ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പേഷ്യൻറ്റ് ഫോൺ ചെയ്തു. അവരെന്നോട് ചോദിച്ചു, ഡോക്ടറിന് പരിചയമുള്ള നല്ല ഏതെങ്കിലും സർജന്മാരുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എൻ്റെ മോൾക്ക് തൊണ്ടയ്ക്കകത്തുള്ള ടോൺസിലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യൂഹങ്ങളുടെ ഭാഗമാണ്. നമ്മുടെ തൊണ്ടയ്ക്കകത്ത് കാണുന്ന രണ്ട് ഭാഗത്തുമുള്ള രണ്ട് ഗ്ലാൻഡുകളാണ്. അപ്പോൾ ഈ ടോൺസിലുകൾ ആ കുട്ടിക്കൊന്ന് നീക്കം ചെയ്യണം. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന 15-17 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. അവൾക്ക് പ്രത്യേകിച്ച് ടോൺസിലുകൾ നീക്കം ചെയ്യേണ്ട ഒരു അസുഖമില്ല. എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞത്, ആ കുട്ടിക്ക് എപ്പോഴും ശരീരം ഭയങ്കര ഹീറ്റാണ്. അതായത് ഈ കുട്ടിക്ക് ഫാൻ ഇടാതെ ഒരിടത്ത് ഇരിക്കാൻ പറ്റത്തില്ല. രാത്രി കിടന്ന് ഒരു ഉറക്കം കഴിയുമ്പോൾ പെട്ടെന്ന് വല്ലാണ്ട് വേർത്തിട്ട് പരവേശത്തോടെ എഴുന്നേറ്റിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ അവരുടെ ഒരു ബന്ധു പറഞ്ഞു, ഇത് ടോൺസിലുകൾ സർജറി ചെയ്ത് നീക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം പൂർണ്ണമായിട്ട് മാറും. അതുകൊണ്ട് ടോൺസിൽ നീക്കം ചെയ്യാനുള്ള ഒരു സർജനെ തപ്പിയിട്ടാണ് അവരെന്നെ ഫോൺ ചെയ്തത്. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് പേർ നേരിടുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുന്നത്. അതായത് ശരീരം ഭയങ്കര ചൂടാണ്. അതായത് പനിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ശരീരം അവർക്ക് ഭയങ്കര ഹീറ്റ് ഫീൽ ചെയ്യും. പലപ്പോഴും ഇപ്പോൾ ഫാൻ ഇടാതെ അവർക്ക് ഒരിക്കലും ഒരിടത്ത് ഇരിക്കാൻ പറ്റത്തില്ല, എപ്പോഴും വേർത്ത് കൊണ്ടിരിക്കും. പലപ്പോഴും അവർ കുളിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പോലും അവർക്ക് പെട്ടെന്ന് ശരീരം ചൂടാകുകയും വേർക്കുകയും അവർക്ക് വല്ലാതെ പരവേശം, ക്ഷീണം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് സ്ത്രീകളെയും പുരുഷന്മാരിലെയും കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നമാണെങ്കിൽ പോലും സ്ത്രീകളിലാണ് ഇത്തരത്തിൽ ശരീരത്തിന് ചൂട് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നതും ഈ പരവേശവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത്. ശരീരത്തിന് ഇങ്ങനെ എപ്പോഴും ചൂട് ഫീൽ ചെയ്യുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോസ്റ്റ് ഓർത്തോസ്റ്റാറ്റിക് ടാക്കികാർഡിയ സിൻഡ്രോം അഥവാ പോഡ്സ് എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതൊരു രോഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റവും പ്രവർത്തിക്കുന്നതിൽ വരുന്ന ചെറിയ താളപ്പിഴകളാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ കിടന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്തും എല്ലാം തന്നെ ശരീരത്തിന് പെട്ടെന്ന്, അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലും നമുക്ക് പെട്ടെന്ന് ചൂട് വരുന്ന പോലുള്ള ഒരു ഫീലിംഗ്, ശരീരം പെട്ടെന്ന് അങ്ങ് ചൂടാകുന്ന പോലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇത് സാധാരണ പുരുഷന്മാരെ അപേക്ഷിച്ച് 90% ഉണ്ടാകുന്ന സ്ത്രീകൾക്കാണ്. ഏകദേശം ഒരു 15 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ഈ ലക്ഷണങ്ങൾ കണ്ടുവന്ന് വരാം. ഈ പോഡ്സ് എന്ന് വിളിക്കുന്ന അവസ്ഥയുടെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ലക്ഷണം, ചിലർക്ക് ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഒരു ചൂട് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു വേർപ്പ്, വെപ്രാളം പോലുള്ള ലക്ഷണം മാത്രമാണ് കാണുമെങ്കിൽ, മറ്റു ചിലർക്ക് ഇതോടൊപ്പം തന്നെ തലപ്പെരുപ്പ്, തലയ്ക്ക് ചെറിയൊരു ആട്ടം പോലെ കാണുക, BP പെട്ടെന്ന് കൂടുക, ചിലർക്ക് BP പെട്ടെന്ന് കുറഞ്ഞു പോവുക, നെഞ്ച് വല്ലാണ്ട് ഇടിക്കുക, നെഞ്ചിലൊരു ഭാരം ഇരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് വരിക, വല്ലാണ്ട് അകാരണമായിട്ടൊരു വേർപ്പ് വരിക, പെട്ടെന്ന് ചിലർക്ക് ഇതോടൊപ്പം വല്ലാത്ത ഏമ്പക്കം വരിക, തളർച്ച, തലകറക്കം, പെട്ടെന്ന് കിടക്കണം എന്നൊരു തോന്നൽ, ഇങ്ങനെ ഒട്ടനവധി ലക്ഷണങ്ങൾ കണ്ടുവന്ന് വരാം. ഇത്തരക്കാർക്ക് പലവിധ കാരണങ്ങൾ കൊണ്ട് വരാം. ഇതിൽ ഒരു 70% അമിതമായിട്ടുള്ള ടെൻഷൻ കൊണ്ട് ഉണ്ടായി എന്ന് വരാം. അതായത് പെട്ടെന്ന് ടെൻഷൻ ആകുക, നെർവസ് ആകുക, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരിലും ഇത്തരം ലക്ഷണങ്ങൾ കണ്ടുവന്ന് വരാം. പലപ്പോഴും ഒരുപക്ഷെ ഈ ടെൻഷൻ വരുമ്പോൾ മാത്രമല്ല, അമിതമായിട്ട് പരീക്ഷയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് മാനസികമായിട്ട് ടെൻഷൻ, ഇപ്പോൾ വീട്ടിൽ ഭർത്താവ് വല്ലാണ്ട് വഴക്ക് പറയുന്നു, ഈ ബുദ്ധിമുട്ട് അവർക്ക് കണ്ടുവന്ന് വരാം. ഒരുപക്ഷെ അവരുടെ മക്കൾക്ക് വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇത് വന്നു എന്ന് വരാം. വല്ലാണ്ട് നെർവസ് ആയി കഴിഞ്ഞാൽ വന്നു എന്ന് വരാം. ഉറക്കക്കുറവുണ്ടെങ്കിൽ വന്നു എന്ന് വരാം. ഇല്ലെങ്കിൽ അവർക്കിപ്പം വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണം, അതിൻ്റെ തലേ ദിവസം ഭയങ്കര വെപ്രാളവും ചൂടും പരവേശവും അനുഭവപ്പെട്ടു എന്ന് വരാം. ഇനി ചിലരിലാണെങ്കിലോ ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്തൊരു ദുസ്വപ്നം കണ്ട് ഇവർ രാത്രി ഞെട്ടി ഉണർന്ന് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ലക്ഷണം, വെപ്രാളവും തളർച്ചയും ഫാന് കൂട്ടിയിടാനോ എഴുന്നേറ്റ് നടക്കാനോ ഉള്ള ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം. പലപ്പോഴും ഈ ഒരു പ്രശ്നമായിട്ട് ഡോക്ടറെ പോയി കാണുന്ന സമയത്ത് ഇത്തരത്തിൽ പലതരത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കും. ഒരു കൃത്യമായിട്ടുള്ള രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എളുപ്പമല്ല. പലപ്പോഴും മറ്റു രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഇത് പോഡ്സ് ആണോ എന്ന് സംശയിക്കത്തുള്ളൂ. ഡോക്ടർമാരെ കാണുമ്പോൾ എന്ത് ചെയ്യും, അവർ ഈ ടെസ്റ്റുകൾ, എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും ചെയ്യും. ഒരു ടെസ്റ്റിലും ഒരു കുഴപ്പവും തിരിച്ചറിയാനും പറ്റത്തില്ല. പലപ്പോഴും ഇത്തരക്കാരുടെ ഒരു നേച്ചർ വെച്ചിട്ട് ഇവർ ഈ രോഗം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി പല ഡോക്ടർമാരെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കും. ഓരോരുത്തരും ഓരോ അസുഖം എന്ന് പറഞ്ഞിട്ട് മരുന്നുകൾ കൊടുക്കുകയും ഇവർ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അസ്വസ്ഥത മാറത്തുമില്ല. ഇത് വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഈ നമുക്ക് അമിതമായി ഉഷ്ണവും ചൂടും വെപ്രാളവും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങൾ കഴിക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ടും നിങ്ങൾക്ക് അമിതമായിട്ട് ഹീറ്റ്, ചൂട്, ഉഷ്ണം, വേർപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു എന്ന് വരാം. ഉദാഹരണത്തിന് നിങ്ങൾ പെയിൻ കില്ലർ കഴിക്കുന്നു, ചിലയിനം ആന്റിബയോട്ടിക്കൽ, ആന്റി വൈറൽ മരുന്നുകൾ, ചിലയിനം ഹോർമോണൽ തെറാപ്പി മരുന്നുകൾ എടുക്കുന്നത്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് എടുക്കുന്ന കീമോതെറാപ്പി ചികിത്സ, ഇത്തരം മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ ശരീരത്തിന് പ്രശ്നം കണ്ടുവന്ന് വരാം. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമിതമായിട്ട് ടെൻഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവരിലാണ്.
ഇത്തരക്കാരിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള അഡ്രിനാലിൻ ഇവർക്ക് വളരെ പെട്ടെന്ന് റിലീസ് ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ സാധാരണ റോഡിലൂടെ നടന്നു പോകുന്നു, റോഡിൽ ഒരു പാമ്പിനെ കാണുന്നു, ഇല്ലെങ്കിൽ ഒരു പട്ടിയെ കാണുന്നു. പട്ടി നമ്മളെ ഒരു കടിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ രക്തത്തിൽ ഈ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള അഡ്രിനാലിൻ റിലീസ് ചെയ്യുകയും നമ്മൾ വളരെ സ്പീഡിൽ ഓടാനുള്ള ഒരു ശ്രമം തുടങ്ങുകയും ചെയ്യും. അതായത് നമ്മുടെ ശരീരത്തിന് ഒരു സ്ട്രെസ് വരുമ്പോൾ, അമിതമായിട്ട് ടെൻഷൻ വരുമ്പോൾ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് അഡ്രിനാലിൻ. എന്നാൽ അമിതമായി ടെൻഷനും സ്ട്രെസ്സും ഉള്ള മനുഷ്യരിൽ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് രക്തത്തിൽ ഈ അഡ്രിനാലിൻ റിലീസ് ചെയ്യും. ഇത് അവരുടെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് BP കൂടുന്നതിന്, രക്തസമ്മർദ്ദം ഉയരുന്നതിന്, അവർക്ക് വല്ലാതൊരു അസ്വസ്ഥത, തലയിലേക്ക് രക്തം ഇരച്ചു കയറുന്ന ഒരു ഫീലിംഗ്, തലപ്പെരുപ്പ്, തലകറക്കം, വല്ലാണ്ട് വിയർപ്പ്, നെഞ്ചെടുപ്പ്, ഈ ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം. ഇനി അമിതമായിട്ട് ചൂടും വിയർപ്പും ഉണ്ടാക്കുന്ന നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് അൺഹൈഡ്രോസിസ് എന്ന് പറയും. അതായത് ചിലർക്ക് ജന്മനാൽ തന്നെ ശരീരത്തിൽ വിയർക്കുന്ന നേച്ചർ ഒരല്പം കുറവായിരിക്കും. നന്നായിട്ട് സ്ട്രെയിൻ ചെയ്താൽ മാത്രം അവരുടെ ശരീരത്തിൻ്റെ ഈ ആംപിറ്റ്സിൽ, കക്ഷങ്ങളിലോ ശരീരത്തിൻ്റെ ഏതെങ്കിലും മടക്കുകളിലോ ചെറുതായിട്ട് മാത്രമേ വിയർക്കത്തുള്ളൂ. ഈ വിയർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നിയന്ത്രിക്കാനുള്ള ഒരു നാച്ചുറൽ രീതിയാണ്. അതായത് ഇപ്പോൾ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ ഉയരുമ്പോൾ ശരീരത്തിൻ്റെ ചൂട് കൂടാതിരിക്കാൻ വേണ്ടി ശരീരം കൂടുതൽ വിയർക്കുന്നു, ജലാംശത്തിന് പുറന്തള്ളുന്നു. ഈ ജലാംശം നമ്മുടെ ശരീരത്തിന് പുറത്തു വന്ന് ബാഷ്പീകരിക്കുമ്പോൾ ഈ ബാഷ്പീകരണത്തിന്റെ തോതിൽ നമ്മുടെ ശരീരം തണുക്കുന്നു. ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ നോർമൽ ആയിട്ടുള്ള കൂളിംഗ് മെക്കാനിസം. എന്നാൽ ചിലർക്ക് വിയർപ്പ് ഒരല്പം കുറവാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന്റെ ഹീറ്റ് പുറത്തേക്ക് പോകാൻ, ശരീരത്തിന് ഈ ടെമ്പറേച്ചർ നിയന്ത്രിക്കുക അത്ര എളുപ്പമായി എന്ന് വരില്ല. അവർക്കും ഇത്തരത്തിൽ വല്ലാണ്ട് വിയർപ്പും ചൂടും ഉഷ്ണവും എല്ലാം അനുഭവപ്പെട്ടു എന്ന് വരാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഫൈബ്രോമയാൾജിയ ഇതിനു മുൻപും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ ശരീരത്തിലെ മസിലുകളിൽ വേദനയും നീർക്കെട്ടും വരുന്ന, പ്രത്യേകിച്ച് ഒരു രോഗത്തിൻ്റെയും ഭാഗം അല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. മസിലുകൾ പെട്ടെന്ന് കൊണ്ട് കൺട്രാക്ട് ചെയ്ത് വലിയാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് നീരും വേദനയും ഉണ്ടാകുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവർക്ക് വല്ലാണ്ട് ചൂടും വിയർപ്പും വെപ്രാളവും ഉണ്ടായി എന്ന് വരാം. പലപ്പോഴും ഇത്തരക്കാർ ശരീരത്തിൻ്റെ അമിതമായിട്ടുള്ള വേദനയും നീർക്കെട്ടുമായിട്ട് ഡോക്ടറെ പോയി കാണുമ്പോൾ ഈ രോഗങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അമിതമായിട്ടുള്ള ഉഷ്ണവും വിയർപ്പും വെപ്രാളവും പറയാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ ഫൈബ്രോമയാൾജിയ ശരിയായിട്ട് ട്രീറ്റ് ചെയ്ത് മാറുന്ന സമയത്ത് ഇത്തരക്കാരിൽ ഈ വെപ്രാളവും ചൂടും കുറയാറും കാണാറുണ്ട്. എന്നാൽ പലപ്പോഴും ഫൈബ്രോമയാൾജിയ ശരിയായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടാതിരുന്നാൽ, പലപ്പോഴും ഇതിൻ്റെ ചികിത്സ ശരിയായിട്ട് നൽകാതിരുന്നാൽ ഇവർക്ക് ഈ ഉഷ്ണവും വെപ്രാളവും ചൂടെടുക്കലും എല്ലാം ഇതിൻ്റെയോടൊപ്പം നിലനിൽക്കാനാണ് സാധ്യത. ഇനി അമിതമായിട്ട് ചൂടും വിയർപ്പും ഫീൽ ചെയ്യുന്ന ആറാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് പ്രമേഹ രോഗമാണ്. പലപ്പോഴും നമ്മുടെ ശരീരത്തിന് വല്ലാത്ത പരവേശവും തളർച്ചയും ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂത്രമൊഴിപ്പും വല്ലാത്ത വെള്ളംദാഹമായിട്ട് ഡോക്ടറെ കാണുമ്പോൾ ഈ ലക്ഷണങ്ങളിൽ നിന്നുമാണ് പലപ്പോഴും ഡോക്ടർമാർ നിങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത്. പ്രമേഹ രോഗമുള്ളവരിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അമിതമായിട്ട് വിയർപ്പും ചൂടും അനുഭവപ്പെടുന്നതെന്ന് വിശദീകരിക്കാം. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഒരു പരിധിക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന സമയത്ത് ശരീരത്തിന് അതൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് മറികടക്കാനായിട്ട് ശരീരം കൂടുതലായിട്ട്, നമ്മുടെ വൃക്കകളും കൂടുതലായിട്ട് വർക്ക് ചെയ്യും, നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് ഗ്രന്ഥികളും കൂടുതലായിട്ട് വർക്ക് ചെയ്യും. ഇത് കൂടുതൽ നമുക്കൊരു ചൂട് ഫീലിംഗ് വരുന്നതിനും കൂടുതൽ വിയർപ്പ് പുറത്തേക്ക് വരുന്നതിനും കാരണമാകാറുണ്ട്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രമേഹ രോഗികൾ തുടർച്ചയായിട്ട് ഈ പ്രമേഹ രോഗം കൺട്രോൾ അല്ലാത്ത നിന്നാൽ നമ്മുടെ രക്തക്കുഴലുകൾ, നാഡികൾ, നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികൾ എന്നിവയുടെ നോർമൽ ആയിട്ടുള്ള പ്രവർത്തനം താളം തെറ്റുന്നു. പലപ്പോഴും പ്രമേഹ രോഗികൾ കൈകാല് തരിപ്പ്, പെരുപ്പ് ഒക്കെ വരുന്ന ന്യൂറൈറ്റിസ് പോലുള്ള കണ്ടീഷൻ വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഇതേ അവസ്ഥ തന്നെ നമുക്ക് ഈ പ്രമേഹ രോഗം നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ വിയർപ്പ് ഗ്രന്ഥികളെ ബാധിച്ചു എന്ന് വരാം, ശരിയായിട്ടുള്ള ഒരു വിയർപ്പും പ്രവർത്തനവും ഉണ്ടായില്ല എന്ന് വരാം. ഇതും നമുക്ക് അമിതമായിട്ട് ചൂടും വിയർപ്പും ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ്. ഇനി അമിതമായിട്ട് ചൂടും വിയർപ്പും വരുന്ന അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ആണ്, വയസ്സായവരിലാണ്. വയസ്സായവരിലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു 65 വയസ്സ് കഴിഞ്ഞവരിൽ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന സഡൻ ചേഞ്ചസിനെ ഓവർകം ചെയ്യുന്നതിനുള്ള, അതായത് ഒരു ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, ശരീരത്തിൻ്റെ തെർമോസ്റ്റാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും ശരീരത്തിന് സാധിക്കാറില്ല. അതുകൊണ്ട് ഇപ്പോൾ പലപ്പോഴും അമിതമായിട്ട് ചൂട്, ഇപ്പോൾ അതായത് വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന ആൾക്കാർ, വയസ്സായവർ പെട്ടെന്ന് ഒരു ദിവസം വെയിലത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവർ വല്ലാണ്ട് തളർന്നു പോകുന്നതും അടുത്ത ഒരു 2-3 ദിവസം വല്ലാണ്ട് ക്ഷീണം എന്ന് പറഞ്ഞ് കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന് കാരണം ഈ ക്ലൈമറ്റിലുണ്ടാകുന്ന വ്യത്യാസം. അതായത് ഇപ്പോൾ ഒരു വീട്ടിനകത്തിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് വെയിലത്തോ എല്ലാം പോയി
പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ശരീരത്തിന് പെട്ടെന്ന് വരുന്ന ഈ ചൂടും വിയർപ്പും ഓവർകം ചെയ്യുന്നതിന് വയസ്സായവർക്ക് സാധിച്ചില്ല എന്ന് വരാം. അതും അവർക്ക് വല്ലാണ്ട് ഈ വിയർപ്പും ശരീരത്തിൻ്റെ ചൂട് കൂടുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു എന്ന് വരാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഓവറായിട്ട് വരുന്നത്, അതായത് ഓവർ ആക്റ്റീവ് തൈറോയ്ഡ് എന്ന് പറയും. അതായത് നമുക്ക് നോർമലി നമ്മുടെ ശരീരത്തിൻ്റെ ഊർജം ഉണ്ടാകുന്നതിനും അത് പ്രവർത്തിപ്പിക്കുന്നതിനും തൈറോയ്ഡ് ഹോർമോണുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ചിലരിൽ തൈറോയ്ഡ് ഗ്രന്ഥി ഓവറായിട്ട് അമിതമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജം വല്ലാണ്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് ഒരുപക്ഷെ അവർക്ക് നെഞ്ചെടുപ്പ്, കിതപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ, വല്ലാണ്ട് തളർച്ച, പരവേശം പോലുള്ള ബുദ്ധിമുട്ടുകൾ, ശരീരം പെട്ടെന്ന് മെലിഞ്ഞു പോകുന്ന ഒരവസ്ഥ, ഉറക്കക്കുറവ്, കണ്ണ് വല്ലാണ്ട് തള്ളി വരിക, ഈ ഒരു ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം. ഹൈപ്പർ തൈറോയിഡിസം എന്നാണ് ഈ ഒരു കണ്ടീഷന് പറയുന്ന പേര്. ഈ ഒരു അവസ്ഥയിൽ വല്ലാണ്ട് വിയർപ്പ്, ശരീരത്തിന് എപ്പോഴും ചൂട് വരുന്നതായിട്ട് ഫീൽ ചെയ്യും, നമുക്ക് എപ്പോഴും വിയർക്കണം എന്ന് ഫീൽ ചെയ്യും. ഇത്തരക്കാർക്ക് സാധാരണ ഒരു മുറിക്കകത്തിരിക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ ഒരുപക്ഷെ നോർമലായിട്ടിരുന്നാൽ ഇവർ ഇങ്ങനെ വേർത്തുകൊണ്ടേ ഇരിക്കുന്നത് കാണാം. ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഓവർ ആക്ടിവിറ്റി കൊണ്ട് ഉണ്ടായിന്ന് വരാം. മാത്രമല്ല തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ വരുന്ന മറ്റു താളപ്പിഴകൾ, അതായത് ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, അതായത് തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ കോശങ്ങൾ വല്ലാണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ശരിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും. നമ്മുടെ രക്തത്തിൽ തൈറോയ്ഡ് പെറോക്സിഡേസ് ആന്റിബോഡി പരിശോധിക്കുന്ന സമയത്ത് ഈ ആന്റിബോഡികൾ വല്ലാണ്ട് കൂടി നിന്നിരുന്നാലും ഇത്തരത്തില് ശരീരത്തിന് എപ്പോഴും ആവി പറക്കുന്ന, ചൂടെടുക്കുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈറോയ്ഡ് ഹോർമോണും തൈറോയ്ഡ് ആന്റിബോഡി ലെവലും ഒന്ന് പരിശോധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഇനി അടുത്ത 10ാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്ത്രീകളിൽ മെനോപോസിനോടനുബന്ധിച്ച്, അതായത് മാസമുറ നിൽക്കുന്നതിനോടനുബന്ധിച്ച് ശരീരത്തിൽ വരുന്ന ഹോർമോണൽ ചേഞ്ചസ് ആണ്. പലപ്പോഴും ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ഒരു 45 വയസ്സ് തുടങ്ങിയിട്ട് സ്ത്രീകളിൽ കാണുന്ന ശരീരത്തിൻ്റെ ആവി പറക്കല്, ചൂട്, ഈ എപ്പോഴും വിയർക്കുന്നു എന്നൊരു തോന്നല്, ശരീരത്തിന് എപ്പോഴും ഹീറ്റാണ്, ഉള്ളിൽ പനിയുണ്ടെന്നുള്ളൊരു തോന്നല്, ഈ ലക്ഷണങ്ങളെല്ലാം വരുന്നതിന് കാരണം സ്ത്രീകൾക്ക് വരുന്ന ആർത്തവ വിരാമത്തിൻ്റെ, മെനോപോസിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഇതെല്ലാം. പെരിമെനോപോസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് മാസമുറ നിൽക്കുന്നതിന് ഏകദേശം 4-5 വർഷം മുൻപ് തന്നെ സ്ത്രീകൾക്ക് ഇത്തരത്തിൽ ഈ അവരുടെ ശരീരത്തിലെ സ്ത്രീ ഹോർമോണുകൾ കുറഞ്ഞു തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കണ്ടുവന്ന് വരാം. ഇത് പലപ്പോഴും വല്ലാണ്ട് വിയർപ്പ് വരിക, അവർ നോർമലായിരിക്കുമ്പോൾ പെട്ടെന്ന് ശരീരത്തിൽ ഒരു ആവി വരുന്ന പോലെ, ഒരു വിയർപ്പ് വരുന്ന പോലെയും നെഞ്ച് പടപട ഇടിക്കുന്ന പോലുള്ള ലക്ഷണങ്ങൾ കാണുക, വല്ലാതെ തളർച്ച തോന്നുക, ചിലർക്ക് ഇതോടൊപ്പം തലപെരുപ്പ്, തലവേദന പോലുള്ള ലക്ഷണങ്ങൾ കണ്ടുവന്ന് വരാം. ചില സ്ത്രീകൾക്ക് ഇതോടൊപ്പം തന്നെ വല്ലാതെ ഒരു ഗ്ലൂമിയ, ഒരു ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം. ഇതെല്ലാം പെരിമെനോപോസൽ സ്റ്റേജിൽ കാണുന്നതാണ്. ക്രമേണ ഇത് മാസമുറ നിൽക്കുന്ന സമയമാകുന്നതോടും ഈ ലക്ഷണങ്ങൾ വല്ലാണ്ട് കൂടിയെന്ന് വരാം. ഇവർക്ക് എപ്പോഴും വിയർപ്പ് വരിക, ഒരു ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, എന്തിനും ഏതിനും വല്ലാണ്ട് ദേഷ്യം. ഇവരോട് ഇപ്പോൾ പലരും പറയാറില്ലേ, ഇവരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല, ചാടി കടിക്കുന്ന സ്വഭാവം, അതായത് ആരോടും പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കും. വീട്ടിലെ ഭർത്താവിനോടോ കുട്ടികളോടോ ഇവർക്ക് നോർമലായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു എന്ന് വരാം. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടുവന്ന് വരാം. ക്രമേണ ചിലപ്പോൾ ഈ സമയത്ത് തന്നെ ഇവർക്ക് തൈറോയ്ഡ് ഹോർമോണിനും വ്യത്യാസം, അതായത് ഈ മാസമുറ നിൽക്കുന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങൾ കണ്ടുവന്ന് വരാം. ശരീരത്തിന് വല്ലാതെ തളർച്ച, മുടി വല്ലാണ്ട് പൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, ശരീരത്തിൽ സ്കിന്നിന് ചുളിവ് വരുന്നുള്ള ലക്ഷണങ്ങൾ, വജൈന ഡ്രൈനസ്, അതായത് യോനിയിൽ നനവില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുക, മലമ്പിടുത്തം പോലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരിക, മൂത്രം ഇടയ്ക്കിടയ്ക്ക് തരിപ്പ് പോലുള്ള ബുദ്ധിമുട്ട്, പീരീഡ്സ് കറക്റ്റായിട്ട് വരാതെ ഇടയ്ക്കിടയ്ക്ക് വല്ലാണ്ട് ബ്ലീഡിങ് പോലുള്ള ബുദ്ധിമുട്ട് കാണുക. പലപ്പോഴും രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, പെട്ടെന്ന് ഒരു കൈ മാത്രം അവർക്ക് വല്ലാണ്ട് നീര് വെച്ചിരിക്കുന്ന പോലെ കാണാം. പലരും പറയാറുണ്ട്, ഡോക്ടറെ എൻ്റെ ഇടതുവശത്തുള്ള കയ്യിൽ എൻ്റെ ബ്ലൗസ് കയറുന്നില്ല, കയ്യിൽ നീര് വന്നിരിക്കുന്നു, വലതുവശത്ത് ഒരു കുഴപ്പമില്ല, ടെസ്റ്റ് ചെയ്താൽ ടെസ്റ്റുകളിലെല്ലാം നെഗറ്റീവ്. ഇതെല്ലാം മെനോപോസായിട്ട് ബന്ധപ്പെട്ട്, മാസമുറ നിൽക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് കാണുന്ന പലവിധ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഈ ഒരു ലക്ഷണങ്ങളുടെ ഒരു ഏറ്റക്കുറച്ചിൽ എന്ന് പറയുന്നത് ഒരു 45 വയസ്സിൽ തുടങ്ങി 58 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ശരീരത്തിന് ഈ ആവി പറക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് വിയർക്കുന്ന, കിതപ്പ് വരുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് മെനോപോസിൻ്റെതാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരിൽ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് ഞാൻ ഈ പറഞ്ഞ ശരീരത്തിന് എപ്പോഴും ചൂടും ആവി പറക്കുന്നുള്ള ബുദ്ധിമുട്ടുകൾ. ഇത് കോമൺ ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള 10 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാനിവിടെ വിശദീകരിച്ചത്. സപ്പോസ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ലക്ഷണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ഇത്തരം ഈ ചൂടുള്ള ഒരു ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ നാട്ടുകാർ പറയുന്ന പോലുള്ള ചികിത്സകളും കാര്യങ്ങളും ചെയ്യാതെ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞ പോലുള്ള എന്തെങ്കിലും രോഗമുണ്ടോ
എന്ന് പരിശോധിച്ച് അതുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ഞാനീ പറഞ്ഞ എല്ലാ അവസ്ഥകൾക്കും നമുക്ക് ആഹാരത്തിലുള്ള മോഡിഫിക്കേഷനുടെയും മരുന്നിലൂടെയും ലളിതമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ വരുന്ന ശരീരത്തിൻ്റെ അസ്വസ്ഥതകളും ചൂട് ഫീലിങ്ങും ബുദ്ധിമുട്ടുകളും നെഞ്ചിടിപ്പും വേർപ്പും എല്ലാം നമുക്ക് ഒഴിവാക്കി ജീവിക്കാൻ സാധിക്കും. ഞാനിവിടെ വിശദീകരിച്ച ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം തങ്ങളുടെ ശരീരത്തിൽ വരുന്ന ഈ ബുദ്ധിമുട്ട് എന്ത് രോഗത്തിൻ്റെ ഭാഗമാണ് എന്നറിയാതെ പല പല ഡോക്ടർമാരെ മാറി മാറി കാണുന്നവർക്ക് ഒരുപക്ഷെ ഞാനീ പറയുന്ന ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.